അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് 18ാമത്തെ ക്വസ്റ്റ്യൻ. ദി ഈക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് 3x - 4y + 10 = 0. അതാണ് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ. ഫൈൻഡ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം കാണാൻ, രണ്ടാമത്തത് സ്ലോപ്പ് കാണാൻ, മൂന്നാമത്തതോ എക്സ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ്സ് കാണാൻ. ഓക്കെ, ഇത് മാർച്ച് 2010 സെപ്റ്റംബർ 10 2014 ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? 3x - 4y + 10 = 0. ഇതിൻ്റെ എന്താ കാണേണ്ട? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ത് കാണാനാ? സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം കാണാനാണ്. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം അറിയാലോ, നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചു. ഏത് ഫോമിലേക്ക് ആക്കിയാൽ മതി? കാണാതെ വേണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിലോ നേരിട്ട് മാറ്റിയാൽ മതി. എങ്ങനെയാണ് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ്? y = നില രൂപത്തിലേക്ക് മാറ്റിയാൽ മതി. അതായത് ഇതിനെ 3x - 4y + 10 = 0 നമുക്ക് ഏത് രൂപത്തിൽ മാറ്റിയാൽ മതി? y = നില രൂപത്തിലേക്ക്. ഓർത്തു വെക്കുക. ഓക്കെ, അത് ആ ഇക്വേഷൻ കാണാതെ പഠിക്കാമെന്ന് ഒരു നിർബന്ധമല്ല. ഏതായിരുന്നു നമ്മുടെ ഇക്വേഷൻ? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഇപ്പോൾ ax + by + c = 0. അപ്പോൾ by = -ax, ഇപ്പോൾ തൊട്ട് മുമ്പ് ചെയ്തില്ലേ? -c. y = -a/bx - c/b. ഇതായിരുന്നു നമ്മുടെ ഈ ഒരു ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറയുക. ഇത് കാണാതെ പഠിക്കണം എന്ന് നിർബന്ധമില്ല എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ തന്നിട്ടുള്ള ഇക്വേഷനെ നേരെ അതിലേക്ക് മാറ്റിയാൽ മതി. എന്ത് ചെയ്താൽ മതി? -4 വൈൻ്റെ ടേം ലെഫ്റ്റിൽ നിർത്തുക, ബാക്കിയൊക്കെ റൈറ്റിലേക്ക് കൊണ്ടുപോവുക. -3x - 10 അല്ലേ? നമുക്ക് ഒരു അതായത് നമ്മുടെ ക്രിയകൾ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരാതിരിക്കാൻ ഈ -1 മാറ്റിയാൽ എങ്ങനെ ഉണ്ടാവും? അതല്ലേ ശരി? റൈറ്റിലേക്ക് പോകുമ്പോൾ -3x ആവും, +10 റൈറ്റിലെ -10 ആവും. അപ്പോൾ ഈ മൈനസ് നമുക്കൊരു ഡിസ്റ്റർബൻസ്. അപ്പോൾ ഒരു -1 കൊണ്ട് ഗുണിക്കുക, ത്രൂ ഔട്ട് ഗുണിക്കുക, ലെഫ്റ്റിൽ ഗുണിക്കണം, റൈറ്റിലും ഗുണിക്കണം. 4y = 3x + 10 ആവും അല്ലേ? -1 കൊണ്ട് ഗുണിച്ചാൽ ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവായി മാറി. ഓക്കെ, ഇപ്പോൾ ആയിട്ടില്ല, സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് ആക്കിയിട്ടില്ല. y = 3/4x + 10/4. ഇതാണ് എന്ത്? സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. ഇതൊന്ന് വെട്ടി ചെറുതാക്കാൻ വേണമെങ്കിൽ 5/2. ഇതാണ് എന്ത്? വിച്ച് ഈസ് ദി സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. Which is the slope intercept form. അപ്പോൾ എന്താണ് കിട്ടിയ ആൻസർ? y = 3/4x + 5/2. ഒന്നും കൂടെ ഇവിടെ എഴുതാം. y = 3/4x + 5/2. ഇതാണ് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. കാരണം ഈ ഇക്വേഷൻ കാണാതെ പഠിക്കണമെന്നില്ല, നേരിട്ട് അതിൽ നിന്ന് മാറ്റിയാൽ മതി. ഓക്കെ, സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം ആണെങ്കിലും ഇതാണ് അതിൻ്റെ സ്ലോപ്പ്. m = എന്താണ്? -a/b ആണ് സ്ലോപ്പ്. അപ്പോൾ അത് ഇതിൽ സ്ലോപ്പ് ഏതാ വരിക? ആ a/b -a/b എന്നുള്ള പ്ലേസിൽ ഇവിടെ എന്താ നടക്കുന്നത്? ഇതല്ലേ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അല്ലേ? അതല്ലേ, അതാണ് സ്ലോപ്പ്. അപ്പോൾ ഇവിടെ 3/4 ആണ്. അപ്പോൾ ഹിയർ സ്ലോപ്പ് ഈസ് m = 3/4. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, അതിൻ്റെ സ്ലോപ്പ് കാണാനാണ്. അപ്പോൾ സ്ലോപ്പ് കിട്ടിയില്ലേ? എന്താണ് സ്ലോപ്പ്? 3/4. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്ലോപ്പ് കാണാനാണ്. സ്ലോപ്പ് m = എന്ത് എഴുതാം? 3/4. 3/4. ഓക്കെ, ദെൻ മൂന്നാമത്തത് എക്സ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ്സ്. എക്സും വൈയും ഇൻ്റർസെപ്റ്റ്സ് കാണാനാണ്. എക്സ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ് കാണാൻ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റാം. ഏതിനെ? നമ്മുടെ ക്വസ്റ്റ്യനെ 3x - 4y + 10 = 0 വേണമെങ്കിൽ ഏതിലേക്ക് മാറ്റാം? ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റിയിട്ട് എക്സും വൈയും ഇൻ്റർസെപ്റ്റ് എഴുതാം. പക്ഷേ അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് എക്സും വൈയും ഇൻ്റർസെപ്റ്റ് കാണാൻ ചോദിച്ചാൽ ചെയ്യാൻ പറ്റും. എങ്ങനെ അറിയോ? അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു എക്സ് ഇൻ്റർസെപ്റ്റ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ പാസ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് എക്സ് ഇൻ്റർസെപ്റ്റ്. ഇത് ഏത് ഫോമിലാണ്? x 0, ഇതോ 0y നില രൂപത്തിലാണ്
അല്ലേ? എന്താ ഈ എക്സ് ഇൻ്റർസെപ്റ്റ്? ഇതാണ് എക്സ് ഇൻ്റർസെപ്റ്റ് പറഞ്ഞു. ഇതിനെന്താ പ്രത്യേകത? വൈ കോർഡിനേറ്റ് 0 അല്ലേ? ഇതിപ്പം നമ്മൾ എ ആണ് അടയാളപ്പെടുത്തിയെന്ന് വിചാരിക്കുക, A0 ആൻഡ് 0B. ഇവിടെ എന്താ പ്രത്യേകത? വൈ കോർഡിനേറ്റ്, എക്സ് ഇൻ്റർസെപ്റ്റിന് പ്രത്യേകത വൈ കോർഡിനേറ്റ് 0 അല്ലേ? അപ്പോൾ നമുക്ക് എക്സ് ഇൻ്റർസെപ്റ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? വൈക്ക് പുട്ട് y = 0. മനസ്സിലായല്ലോ? അതുപോലെ വൈ ഇൻ്റർസെപ്റ്റ് കിട്ടാൻ ഇവിടെ എന്താ പ്രത്യേകത? എക്സ് കോർഡിനേറ്റ് അല്ലേ 0. വൈ ഇൻ്റർസെപ്റ്റ് കിട്ടണമെങ്കിൽ പുട്ട് x = 0. ഇവിടെയാണ് പുട്ട് y = 0 എന്ന എക്സ് ഇൻ്റർസെപ്റ്റ് കിട്ടും. ഇവിടെ പുട്ട് x = 0 കൊടുത്താൽ എന്ത് കിട്ടും? വൈ ഇൻ്റർസെപ്റ്റ് കിട്ടും. അത് ഓർത്ത് വെക്കുക, ഷോർട്ടായിട്ടുള്ളതാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന. അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റണം, അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ശ്രദ്ധിക്കുക. പുട്ട് y = 0. y ആക്സിസിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇൻ്റർസെപ്റ്റ് കിട്ടും. അപ്പോൾ നോക്കുക, 3x ഇത് 0 ആയില്ലേ? വൈക്ക് 0 കൊടുത്തല്ലോ. 3x + 10 = 0. 3x = -10. x = -10/3. ഇതാണ് എന്ത്? എക്സ് ഇൻ്റർസെപ്റ്റ്. എന്താണ്? എക്സ് ഇൻ്റർസെപ്റ്റ്. ഇതാണ് എക്സ് ഇൻ്റർസെപ്റ്റ് കേട്ടോ. അതുപോലെ വൈ ഇൻ്റർസെപ്റ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എക്സ് ഇൻ്റർസെപ്റ്റ് കിട്ടാൻ വൈക്ക് 0യും വൈ ഇൻ്റർസെപ്റ്റ് കിട്ടാൻ എക്സിന് 0 കൊടുത്താൽ മതി. പുട്ട് x = 0. അപ്പോൾ എന്ത് കിട്ടും? 3 × 0, ഇത് 0 വരും. -4y + 10 = 0. -4y = -10. y = -10/-4. നെഗറ്റീവ് പോസിറ്റീവ് ആവും. 10/4 വെട്ടി ചെറുതാക്കിയാൽ 5/2 ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതാണ് വൈ ഇൻ്റർസെപ്റ്റ്. വൈ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റും കിട്ടി, വൈ ഇൻ്റർസെപ്റ്റും കിട്ടി. മനസ്സിലായല്ലോ? ഇത് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ടെക്നിക്കാണ് എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും കിട്ടാൻ. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? ഇനി ഇതല്ലെങ്കിൽ വേറെ എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. ഒന്നുമില്ല, ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റുക. ഇൻ്റർസെപ്റ്റ് ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ 2 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വേണമെന്നില്ല, ആദ്യത്തെ തന്നെ ചെയ്താൽ മതി. അതായത് നമ്മുടെ ഇക്വേഷൻ 3x - 4y + 10 = 0. ഇതിന് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് ആക്കാൻ എന്താ ചെയ്തിരുന്നത്? 3x - 4y = -10. ത്രൂ ഔട്ട് -10 കൊണ്ട് ഹരിച്ച് നമ്മളത് 1 ആക്കി മാറ്റുന്നു. 3/-10x - 4y/-10 = 1. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ വീണ്ടും നമ്മളൊന്നും കൂടെ ആക്കുമായിരുന്നു. എങ്ങനെയാണ്? x/-10/3 അല്ലേ? പിന്നെ ഇത് മൈനസ് പോസിറ്റീവ് ആവും. പ്ലസ് y/10/4 = 1 ആയിരുന്നു. ശരിയല്ലേ? നോക്കിയേ, അപ്പോൾ ഈ എക്സിൻ്റെ ചോട്ടിലുള്ളതാണ് എക്സ് ഇൻ്റർസെപ്റ്റ്. -10/3 തന്നെയല്ലേ? പിന്നെ വൈൻ്റെ ചോട്ടിലുള്ളതാണ് എന്ത്? വൈ ഇൻ്റർസെപ്റ്റ്. ഇത് ഏത് ഫോമില? x/a + y/b = 1. എക്കാണ് എക്സ് ഇൻ്റർസെപ്റ്റ്, ബിക്കാണ് വൈ ഇൻ്റർസെപ്റ്റ്. ഒന്നുമില്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓർന്നട്ടോ, ഇതല്ലെങ്കിൽ ഈ മെത്തേഡിലും ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് 20. കൺസിഡർ ദി ലൈൻ ജോയിനിങ് ദി പോയിന്റ്സ് P -4,1 and Q 0,5. Okay, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി മിഡ് പോയിന്റ് ഓഫ് PQ. Second question, find the equation of the line passing through the midpoint of PQ and parallel to the line 3x - 4y + 2 = 0. ഇമ്പോർട്ടൻ്റ് ആണ്, സെപ്റ്റംബർ 2013 ചോദിച്ചതാണ്. Consider the line joining the points P -4,1 and Q 0,5. നമുക്കതൊന്ന് വരച്ചു നോക്കാം. XY ആക്സിസിൽ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. XX ഡാഷ്, Y ഡാഷ്. ഓക്കെ, വരച്ചു. സെൻറ്റർ. ഓക്കെ, കൺസിഡർ ദി ലൈൻ ജോയിൻ ദി പോയിന്റ്സ് P -4,1. ഇതാണ് -4 എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് -4,1. -4,1 പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ്
minus 4 1 and Q05 Q എന്നുള്ള പോയിന്റ് 05 ആണ് 0 ഇതാണ് ഇതാണെന്ന് വിചാരിക്കുക 05 എന്നുള്ള പോയിന്റും വരച്ചു. അപ്പം ഇത് കൂടെ പാസ് ചെയ്യുന്ന ലൈന് ഒരു ലൈൻ ഉണ്ട്. ഓക്കെ, എങ്കിൽ ഫസ്റ്റ് പാർട്ട് റൈറ്റ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി മിഡ് പോയിന്റ് ഓഫ് പി ക്യു. ഈ ഒരു ലൈൻ ഉണ്ടല്ലോ പിയും ക്യൂവും, ഇതിൻ്റെ മിഡ് പോയിന്റ് ഇത് പിയും ഇത് ക്യൂവും. അപ്പോൾ പി ക്യൂവിൻ്റെ മിഡ് പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് കാണണം. ഇതിൻ്റെ മിഡ് പോയിന്റ് അറിയുമ്പോൾ കറക്റ്റ് മിഡായിട്ട് വരുന്നത് ഇത് x1y1ഉം ഇത് x2y2 ആണെങ്കിൽ ഇത് 6 ആണെന്ന് വിചാരിക്കുക. 6 കറക്റ്റ് മിഡ് പോയിന്റ് ഓഫ് പി ക്യൂ ആണെന്ന് വിചാരിക്കുക. 6ൻ്റെ കോർഡിനേറ്റ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി ഇക്വേഷൻ. അപ്പം ഞാൻ കാണാൻ പോവാണ് മിഡ് പോയിന്റ് ഓഫ് പി ക്യൂ. എങ്ങനെ കാണുക? x1 + x2/2 y1 + y2/2 അല്ലേ? x1 + x2/2 അതുപോലെ തന്നെ y1 + y2/2 ഇതാണ് പി ക്യൂവിൻ്റെ മിഡ് പോയിന്റ്. എങ്കിൽ ഒന്നുകൂടി കണ്ടുപിടിക്കാം. x1 + x2/2 ഇത് x1y1 ഇത് x2y2. x1 + x2 മീൻസ് -4 + 0 -4 + 0 / 2. അടുത്തത് 1 + 5 / 2 1 + 5 / 2 -4/2 -4/2 6/2 ദാറ്റ് ഈസ് ഈക്വൽ ടു -2ഉം 3ഉം. അപ്പോൾ നമുക്ക് മിഡ് പോയിന്റ് കിട്ടി. 6ൻ്റെ കോർഡിനേറ്റ്സ് കിട്ടി. ഏതൊക്കെയാണ്? -2ഉം 3ഉം. ഓക്കെ, ഇനി അപ്പോൾ അത് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ കാണണ്ടേ? സെക്കൻഡ് പാർട്ട് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ പാസിംഗ് ത്രൂ ദി മിഡ് പോയിന്റ് ഓഫ് പി ക്യൂ ആൻഡ് പാരലൽ ടു ദി ലൈൻ 3x - 4y + 2 = 0. എന്താ കാണേണ്ടത്? ലൈനിൻ്റെ ഇക്വേഷൻ. ഏത് കൂടെ പാസ് ചെയ്യുന്നത്? ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ അല്ല, വേറൊരു ലൈനാണ്. ഏത് കൂടിയാണ് പാസ് ചെയ്യുന്നത്? -2 3 അതായത് ആ മിഡ് പോയിന്റിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. ഞാനിവിടെ വരച്ചു നോക്കിയേ, ഇതാണ് ലൈൻ. മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ്. ഈ ലൈനിൻ്റെ ഇക്വേഷൻ കാണണം. പക്ഷെ ഒരു ഹിൻറ്റും കൂടെ സൂചന ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു ലൈൻ ഉണ്ടല്ലോ അത് പാരലലാണ്. ഇതാണ് വിചാരിക്കുക. ജസ്റ്റ് ഒന്ന് വെറുതെ വരക്കുക കേട്ടോ. ഇതാണ് വിചാരിക്കുക 3x - 4y + 2 = 0 എന്ന് പറയുന്ന ഒരു ലൈൻ. ഇതാണ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ലൈനിന് പാരലലാണ് നമ്മൾ എന്താ കാണണ്ടേ? ഈ ലൈനിൻ്റെ ഇക്വേഷനാണ് കാണേണ്ടത്. പക്ഷേ ഹിൻറ്റ് തന്നിട്ടുണ്ട്, ഇതിനോട് പാരലായിട്ടുള്ള ഒരു ലൈനിനെ പറ്റി പറയുന്നുണ്ട്. അതാണ് 3x - 4y + 2 = 0 എന്നുള്ളത്. എങ്കിൽ ഈ ഒരു -2 3 എന്നുള്ള പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ആ ലൈനിൻ്റെ ഇക്വേഷൻ കാണണം. നമുക്കറിയാം ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ ഒരു പോയിന്റും ഒരു സ്ലോപ്പും വേണമല്ലോ. ഇവിടെ സ്ലോപ്പിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം 2 ലൈൻസ്. അപ്പോൾ ഇതിനോട് പാരലാണ് ഈ ലൈന് അല്ലേ? അപ്പോൾ ഇതിനോട് പാരലാണ് ഈ ലൈന് എങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 ജനറൽ ഇക്വേഷൻ ഓഫ് ലൈൻസിൽ പാരലൽ കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഇതിനോട് പാരലൽ ആയിട്ടുള്ള ലൈൻസിൻ്റെ ഇക്വേഷൻ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഷോർട്ട് കട്ട് കണ്ടീഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കും? 3x - 4y + k = 0. അതായത് ഈ കോൺസ്റ്റൻറ്റ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ലൈനിന് പാരലായിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷൻ ഏതായിരിക്കും? 3x - 4y + k = 0 ആയിരിക്കും. മനസ്സിലായ? മുഴുവൻ കിട്ടിയില്ല, കോൺസ്റ്റൻ്റ് ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ക്ലിയർലി നമുക്ക് പറയാം എന്ത്? ഈ ലൈൻ L1 നോക്കുക. അതിന് കാണേണ്ട ലൈൻ L1ഉം തന്നിട്ടുള്ള ലൈൻ L2 ആണെന്ന് വിചാരിക്കുക. നമുക്ക് തന്നിട്ടുണ്ട് ഗിവൺ ലൈൻ L2 എന്ന് പറയുന്നത് എന്താണ്? 3x - L2 എന്ന് പറയുന്ന ലൈൻ ഏതാണ്? 3x - 4y + 2 = 0 അല്ലേ? ക്ലിയർലി ഗിവൺ. ഇതാണ് L2 എന്ന് പറയുന്ന ലൈൻ.
clearly given L1 എന്ന് പറയുന്നത്, അതായത് നമുക്ക് കാണേണ്ട ലൈനിൻ്റെ ഇക്വേഷൻ കാണണമല്ലോ, ആ കാണേണ്ട ലൈൻ L1 ഈസ് പാരലൽ ടു L2 ആണെന്ന് പറയുന്നുണ്ട്. therefore L1ൻ്റെ ഇക്വേഷൻ ഏതായിരിക്കും? therefore ആ L1 എന്ന് പറയുന്ന ലൈൻ ഏതായിരിക്കും? ലൈൻ L1 എന്ന് പറയുന്നത് ഏതായിരിക്കും? 3x മൈനസ് 4y പ്ലസ് k ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ? ആ ലൈൻ L1 എന്തായിരിക്കും? 3x മൈനസ് 4y പ്ലസ് k ഈക്വൽ 0 ആയിരിക്കും. അതായത് കാരണം അത് രണ്ടും പാരലലാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ദാറ്റ് ഇംപ്ലൈസ് ഈ ഒരു ലൈന് L1 അത് പാസ് ചെയ്യുന്ന പോയിന്റ് ഏത് കൂടിയാണ് പാസ് ചെയ്യുന്നത്? -2, 3. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതാം. ലൈൻ L1 passes through the midpoint of ഏത് പോയിന്റ് കൂടിയാണ് പാസ് ചെയ്യുന്നത്? -2, 3 എന്നുള്ള പോയിന്റ് കൂടിയാണ് പാസ് ചെയ്യുന്നത്. അത് തന്നിട്ടുണ്ട്. ദാറ്റ് ഇംപ്ലൈസ് അപ്പോൾ എക്സിനും വൈക്കും നമുക്ക് എന്ത് കൊടുക്കാം? -2ഉം 3ഉം കൊടുക്കാം. അപ്പോൾ k കിട്ടും. അങ്ങനെയാണ് അല്ലേ? പാസ് ചെയ്യുന്ന പോയിന്റ് കിട്ടും. അപ്പോൾ 3 × -2 -4 × 3 പ്ലസ് k ഈക്വൽ ടു 0. ഓക്കെ, ഇത് വായിക്കാം ചിത്രം. ദാറ്റ് ഇംപ്ലൈസ് -6 -12 plus k equal to 0 implies -18 plus k equal to 0 implies k equal to -18 അങ്ങോട്ട് പോകുമ്പോൾ 18. അപ്പോൾ ലൈൻ L1 എന്തായിരിക്കും? 3x മൈനസ്. അപ്പോൾ k കിട്ടി. അപ്പോൾ അതിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 1, ഇക്വേഷൻ നമ്പർ 1, ഇതിന് 1 കൊടുക്കുക. therefore 1 implies that 3x minus 4y plus 18 equal to 0, which is the equation of the required line, which is the equation of the required line. Okay, 21st problem ആണ്. ഒന്നാമത്തെ അതിൽ find the point of intersection of the lines 2x plus y minus 3 equal to 0, 3x minus y minus 2 equal to 0. രണ്ടാമത്തെ find the equation of the line passing through the above point of intersection and parallel to the line x plus y plus 1 equal to 0. എന്താണ് ക്വസ്റ്റ്യൻ? ആദ്യം ഫൈൻഡ് ദി പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദി ലൈൻസ്. രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്, സ്ട്രേറ്റ് ലൈനിൻ്റെ ഇക്വേഷൻസ്. അതിൻ്റെ എന്ത് കാണണം? പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കാണാനാണ്. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ആ രണ്ട് ലൈൻസും കൂട്ടിമുട്ടുന്ന ആ പോയിന്റിനെയാണ് എന്ത് പറയുക? പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കാണാം. അപ്പോൾ ആ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റ് കിട്ടും. XY എന്നുള്ള പോയിന്റ് കിട്ടും. Second question, find the equation of the line passing through the above point of intersection and parallel to the line x plus y plus 1 equal to 0. രണ്ടാമത് കാണേണ്ടത് ലൈനിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. അതായത് മേലെ നമുക്ക് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടുമല്ലോ, ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കാണണം. അതിന് ചെറിയൊരു ഹിൻഡ് തന്നിട്ടുണ്ട്. നമ്മൾ കാണാൻ പോകുന്ന ലൈന് പാരലലാണ് ടു എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 0. ഒന്നാമത്തെ നോക്കാം സൊല്യൂഷൻ. ഇത് മാർച്ച് 2012 ചോദിച്ചതാണ് സൊല്യൂഷൻ. ഒന്നാമത്തത് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കാണാൻ എളുപ്പമാണ്. നിങ്ങൾ പഠിച്ച സോൾവിങ് മെത്തേഡ് തന്നെയാണ്, പുതിയ മെത്തേഡൊന്നുമല്ല. 2x plus y minus 3 ഈക്വൽ ടു 0നെ നമുക്ക് എങ്ങനെ എഴുതാം? 2x plus y ഈക്വൽ ടു 3 എന്ന് എഴുതാം. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ.
രണ്ടാമത്തത് 3x മൈനസ് വൈ മൈനസ് 2 ഈക്വൽ ടു 0 നമുക്ക് എങ്ങനെ എഴുതാം? 3x മൈനസ് വൈ ഈക്വൽ ടു 2 മൈനസ് 2 റൈറ്റിലേക്ക് പോകുമ്പോൾ +2 ആയി മാറും. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ആയി. ഇത് രണ്ടിൻ്റെയും കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്താൽ മതി. ഇതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യാറുള്ളത്? നമുക്കറിയാം, ഒന്നുമില്ലെങ്കിൽ എക്സിൻ്റെ ടേം ക്യാൻസലായി പോകണം, അല്ലെങ്കിൽ വൈൻ്റെ ടേം ക്യാൻസലായി പോകണം. ഏതെങ്കിലും ഒരു ടേം ക്യാൻസലായി പോയാലേ മറ്റേ വേരിയബിൾ കിട്ടുള്ളൂ, അല്ലേ? അപ്പോൾ ഇവിടെ ഏറ്റവും എളുപ്പം വൈൻ്റെ ടേം പോവുകയാണ്. കാരണം ഇത് +y ആണ്, ഇത് -y ആണ്. ഒന്നും രണ്ടും കൂടെ കൂട്ടിയാൽ മതി, ആഡ് ചെയ്താൽ മതി. എന്നാൽ നമുക്ക് വൈൻ്റെ ടേം കംപ്ലീറ്റ് പോകും. അപ്പോൾ എക്സിൻ്റെ ടേം കിട്ടും. നോക്കാം. 2x + 3x 5x 1 + 2 ഇക്വേഷൻ 1 + 2 5x + y - y ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 0 ആയി ഈക്വൽ ടു 3 + 2 5. അപ്പോൾ 5x = 5 എന്ന് കിട്ടി. അപ്പോൾ x എന്താ കിട്ടുക? 5/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. x = 1 കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിലോ അല്ലെങ്കിൽ രണ്ടിലോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് y കിട്ടും. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഇക്വേഷനിൽ കൊടുക്കാം, ഒന്നിൽ കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 1 ഒന്നിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് എന്തായി മാറി? 2 × 1 + y = 3 എന്ന് കിട്ടും. 2 + y = 3 എന്ന് കിട്ടും. ഇംപ്ലൈസ് y = 3 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എക്സും 1 വൈയും 1. ക്ലിയർ? അപ്പോൾ അതാണ് എന്ത്? പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഏതാണ്? പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ 1 1 ഈസ് 1 1. അതാണ്. Therefore, point of intersection is 1 1. ഒന്നാമത്തെ ഓവർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലൈൻ്റെ ഇക്വേഷൻ കാണാനാണ്. അത് പാസ് ചെയ്യുന്നത് ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ കൂടിയാണ്. അതായത് 1 1 എന്ന് പറയുന്ന പോയിന്റ്. ഇപ്പോൾ ഇത് സെൻറ്റർ x x ഡാഷ് x y y ഡാഷ് 1 1 എന്നുള്ള പോയിന്റ്. ഇത് 1, ഇത് y ആക്സിസിൽ 1, ഇതാണ് 1 1 എന്നുള്ള പോയിന്റ്. ഈ 1 1 എന്നുള്ള പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷൻ കാണണം. ഓക്കെ, ഇതാണെന്ന് വിചാരിക്കുക. 1 1 എന്നുള്ള പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനാണ്. ഇതിൻ്റെ ഇക്വേഷൻ കാണണം. പക്ഷെ ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്. ഇത് ഈ ഒരു ലൈന് പാരലാണ് ഏതുമായിട്ട്? ഇതാ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. x + y + 1 = 0. ഈ ലൈനുമായിട്ട് പാരലാണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും പാരലൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ എഴുതണം ഈ ഒരു ലൈൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? x + y + k = 0. ഇതൊക്കെ സെയിം ആയിരിക്കും. പക്ഷേ കോൺസ്റ്റന്റ് മാത്രം വ്യത്യാസമായിരിക്കും. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ജനറലി നമുക്ക് എഴുതാം k = 0. പിന്നെ ആ k കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് ഈ ഒരു ലൈനുമായിട്ട് പാരലൽ ആയതുകൊണ്ട് x + y + k = 0 ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്ന ലൈൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം. ഇത് നമ്മൾ കാണാൻ പോകുന്ന ലൈൻ L1 ഇത് L2 ആണെങ്കിൽ given L1 is parallel to L2, so equation of the line L1 അല്ലേ? L1 is എന്തായിരിക്കും? നമുക്ക് നേരിട്ട് എഴുതാം x + y + k = 0. ഓക്കെ, പക്ഷേ നമുക്ക് കാണാൻ പോകുന്ന ഇക്വേഷൻ ആ ലൈന് പാസ് ചെയ്യുന്ന പോയിന്റ് നമുക്കറിയാം ഏത് കൂടിയാണ്? 1 1. അപ്പോൾ ഇതിന് 1 കൊടുക്കാം. ഇക്വേഷൻ 1 പാസസ് ത്രൂ ഏത് കൂടിയാണ് പാസ് ചെയ്യുന്നത്? പാസസ് ത്രൂ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ കൂടി, അതായത് 1 1 കൂടി. ദാറ്റ് ഇംപ്ലൈസ് അതിന് എക്സിനും വൈക്കും 1 1 കൊടുത്താൽ മതി. ഇവിടെ 1 ഇവിടെ 1. അപ്പോൾ x + y + k = 0 എന്തായി മാറി? 1 + 1 + k = 0 ആയി. മീൻസ് k = എന്തായി മാറും? -2 ആവും. കേക്ക് എന്ത് കിട്ടി? -2 കിട്ടി. അപ്പം നമുക്ക് റിക്വയർഡ് ലൈൻ്റെ ഇക്വേഷൻ എഴുതാമല്ലോ.
Therefore, equation of the line is x plus L1 the line L1 is x plus y plus k already കിട്ടി k equal to -2 അപ്പോൾ -2 equal to 0. ഇതാണ് നമ്മളുടെ കാണേണ്ട ലൈനിൻ്റെ ഇക്വേഷൻ. ഓക്കെ, 22nd ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ perpendicular to the line x minus 7y plus 5 equal to 0 and having x-intercept 3. എന്താണ് ക്വസ്റ്റ്യൻ? ലൈൻ്റെ ഇക്വേഷൻ കാണാനാണ് അല്ലേ. എക്സ് മൈനസ് 7y പ്ലസ് 5 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ലൈൻ തന്നിട്ടുണ്ട്. ആ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷൻ കാണണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് തന്നിട്ടുണ്ട്, ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്. ആൻഡ് ഹാവിങ് എക്സ് ഇൻ്റർസെപ്റ്റ് 3 ആണ്. അതായത് ആ പെർപെൻഡിക്കുലർ ലൈന് പാസ് ചെയ്യുന്നത് ഏത് കൂടിയാണ്? 30 എന്നുള്ള പോയിന്റിൽ കൂടിയാണ്. നമുക്കറിയാം എക്സ് ആക്സസിൽ ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് 3, ആ ലെങ്ത്താണ് 3. അപ്പോൾ ആ പോയിന്റ് 30 ആയിരിക്കും. അപ്പോൾ നമുക്ക് കാണേണ്ട ആ ഒരു ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് 30 കൂടിയാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ലൈൻ തന്നിട്ടുണ്ട് എക്സ് മൈനസ് 7y പ്ലസ് 5 ഈക്വൽ ടു 0. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ പാരലൽ ലൈൻ കാണാൻ നേരത്തെ പഠിച്ചു. ഇനി പെർപെൻഡിക്കുലർ ഒരു ലൈൻ തന്നിട്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ കാണാൻ ഏറ്റവും എളുപ്പം എന്ത് ചെയ്താൽ മതി എന്നോ, ഇവിടെ നോക്കുക. എക്സ് മൈനസ് 7y പ്ലസ് 5 ഈക്വൽ ടു 0. നമുക്കതിന് പ്രത്യേകിച്ച് ഉള്ള ഒരു ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, നേരിട്ട് ചെയ്താൽ മതി. എങ്ങനെ? ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷൻ. ഈ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഈ വൈയുടെ കോഎഫിഷ്യൻ്റ് ഉണ്ടല്ലോ -7, അത് ഈ പെർപെൻഡിക്കുലർ ലൈനിൽ വരുമ്പോൾ അത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആക്കി എഴുതുക, -7x. മനസ്സിലായല്ലോ? -7 ആണ് ഇവിടെ. അപ്പോൾ എന്ത് വരും? -7x. നെക്സ്റ്റ്, ഇതിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്, +1 ആണ് അല്ലേ. അത് ഈ പെർപെൻഡിക്കുലർ ലൈനിൽ വരുമ്പോൾ മൈനസായി മാറും. പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും. അപ്പോൾ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് +1 ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ -1 വരും. -1 ഇൻറ്റു പിന്നെ y ആണല്ലോ, -1 ഇൻറ്റു y എന്ന് പറഞ്ഞാൽ -y. പിന്നെ എന്താ എഴുതുക? പ്ലസ് കോൺസ്റ്റന്റ് ടേം എപ്പോഴും മാറ്റുണ്ടാവും. അപ്പോൾ ജനറലായിട്ട് നമുക്ക് +k = 0. ഇതാണ് ഈ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ ചോദിച്ചാൽ ആദ്യം എഴുതേണ്ട കാര്യം നിങ്ങളിതാണ്. അപ്പോൾ നമുക്ക് എഴുതാം. എന്താ എഴുതാം? ഇക്വേഷൻ ഓഫ് ദി പെർപെൻഡിക്കുലർ ലൈൻ ഈസ്, അതായത് ആ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനിൻ്റെ ഇക്വേഷനാണ് എഴുതാൻ പോകുന്നത്. എങ്ങനെയാണ് പറഞ്ഞത്? വൈൻ്റെ കോഎഫിഷ്യൻ്റ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആക്കി എഴുതുക. ദെൻ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക. അപ്പോൾ ഇവിടെ +1 ആണ്. അപ്പോൾ അത് -1 ഇൻറ്റു y ആക്കി +k = 0. ഇതാണ് പെർപെൻഡിക്കുലർ ലൈൻ. പക്ഷേ ഇതിൽ നമ്മൾ കണ്ടുപിടിക്കണം, k കണ്ടുപിടിക്കണം അല്ലേ. k കണ്ടുപിടിക്കാൻ ഒരു ഹിൻഡ് ഇവിടെ പറയുന്നുണ്ട്. ആ പെർപെൻഡിക്കുലർ ലൈനിന് എന്തുണ്ട്? എക്സ് ഇൻ്റർസെപ്റ്റ് ഉണ്ട് എന്ന്. അതായത് എക്സ് ആക്സസിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഏത് പോയിന്റാ? 30 അല്ലേ. നമുക്കറിയാം A0 നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ. അപ്പോൾ 30 എന്നുള്ള പോയിന്റിൽ കൂടെ ഈ ഒരു പെർപെൻഡിക്കുലർ ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പിൽ എഴുതുക. എന്താണ്? -7x - y + k. ഈ ഇക്വേഷൻ നമ്പർ 1 കൊടുത്താൽ മതി. ഇതിൽ ഇക്വേഷൻ നമ്പർ 1. ഇനി ആ ഒരു പെർപെൻഡിക്കുലർ ലൈൻ, ഇക്വേഷൻ നമ്പർ 1 passes through the point
എക്സ് ആക്സിസിനെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട് അറ്റ് 30 കൂടെ. അപ്പോൾ ഏത് കൂടിയാണ് പോണത്? 30 എന്നുള്ള പോയിന്റിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. ദാറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? കെ കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ട് പാസ് ചെയ്യുന്ന പോയിന്റ് എക്സും വൈയും ആണ്. അപ്പോൾ നമുക്ക് എക്സിനും വൈക്കും ഈ 3യും 0 കൊടുക്കുക. അതിൽ -7 × 3 മൈനസ് വൈ എന്താണ്? 0 + k = 0 അല്ലേ? ഇംപ്ലൈസ് -21 + k = 0 ഇംപ്ലൈസ് k = റൈറ്റിലേക്ക് വരുമ്പോൾ +21. ഇപ്പം എന്ത് കിട്ടി? കെൻ്റെ ആ കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടി. ഇനി നമുക്ക് ആ ഒന്നിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മളുടെ ഒറിജിനൽ പെർപെൻഡിക്കുലർ ലൈനായി. അപ്പോൾ നമുക്ക് എഴുതാം therefore the equation of the required perpendicular line is എന്താണ്? -7x - y + 21 = 0. +21 = 0. ഇതാണ് നമ്മളുടെ ആ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ഇക്വേഷൻ. പഠിച്ചല്ലോ. അത് അടുത്ത ക്വസ്റ്റ്യൻ 23ാമത്തെ ക്വസ്റ്റ്യൻ മാർച്ച് 2013 ചോദിച്ചതാണ്. സെയിം പാറ്റേൺ ആണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ പെർപെൻഡിക്കുലർ ടു ദി ലൈൻ x - 2y + 3 = 0 and passing through the point 1 - 2. നേരത്തെ തന്നിട്ടുള്ളത് എക്സ് ഇൻ്റർസെപ്റ്റ് ആയിരുന്നു. ഇവിടെ 1 - 2 എന്നുള്ള പോയിന്റ് തന്നെ തന്നിരിക്കുകയാണ്. ഓക്കെ, കാണേണ്ടത് എന്താണ്? ലൈൻ്റെ ഇക്വേഷനാണ്. എങ്ങനെയുള്ള ലൈന്? പെർപെൻഡിക്കുലർ ലൈൻ്റെ ഇക്വേഷനാണ് കാണേണ്ടത്. ഏത് ലൈനിലാണ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്? x - 2y + 3 = 0 എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷൻ കാണണം. ആൻഡ് പാസിങ് ത്രൂ ദി പോയിന്റ് 1 - 2 എന്നുള്ള പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നത് അല്ലേ? അപ്പം നമുക്ക് കാണാം. ആദ്യം ഇക്വേഷൻ ഓഫ് ദി പെർപെൻഡിക്കുലർ ലൈൻ ഈസ് എന്താണ്? പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഈ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷനാണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ ഈ ഒരു ലൈൻ ഇതാണെന്ന് വിചാരിക്കുക. x - 2y + 3 = 0 എന്നാണ് ആ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ ഇങ്ങനെയാവും അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈയുടെ കോഎഫിഷ്യന്റ് എക്സ് ആക്കിയിട്ട് എടുക്കുക അല്ലേ? അപ്പം എന്താണ്? -2x. പിന്നെ y എക്സിൻ്റെ കോഎഫിഷ്യന്റ് ഇവിടെ +1 ആണ്. അതിവിടെ വരുമ്പോൾ -1 ആവും. -1 × y എന്നല്ലേ വരിക? -y + k = 0. ഇതാണ് പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ഇക്വേഷൻ. ഇനി പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. അത് വെച്ച് കെൻ്റെ വില കാണുക. ദെൻ കെൻ്റെ വില അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദി പെർപെൻഡിക്കുലർ ലൈൻ ഈസ് നമുക്ക് എന്ത് എഴുതാം? -2x - y + k = 0. ഇക്വേഷൻ നമ്പർ 1. ദെൻ ആ ഒരു പെർപെൻഡിക്കുലർ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. ഏതാണ്? 1 - 2 എന്നുള്ള പോയിന്റിൽ കൂടിയാണ്. അപ്പം അതായത് ഇക്വേഷൻ 1 passes through the point 1 - 2. 1 - 2 കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇംപ്ലൈസ് ദാറ്റ് നമുക്കത് കൊടുക്കാം. എക്സിനും വൈക്കും 1ഉം -2ഉം കൊടുത്താൽ മതി. -2 × 1 -y -2 വരും അല്ലേ? + k = 0. ഇതിൽ നിന്ന് k കാണാം. -2 - × പ്ലസ് വരും. -2 + 2 വരും. അപ്പം അതെന്താവും? ക്യാൻസൽ ആവും. അപ്പം കേക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏതിൽ? ഇക്വേഷൻ 1. അപ്പം നമുക്ക് എന്ത് എഴുതാം? therefore the required equation therefore the equation of the required
perpendicular line is എന്തായിരുന്നു -2x minus y k0 അല്ലേ? അപ്പം എന്താ അത് മതി, ഇത്ര മതി. -2x minus y equal to 0. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഫുള്ള് മൈനസ് കൊണ്ട് ഗുണിച്ച് പ്ലസ് ആക്കിയാലും ഒരു പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ എഴുതാം. മൈനസ് കൊണ്ട് ഗുണിച്ചാൽ എന്താവും? +2x +y ആവും =0. ഇതിൽ ഏത് വേണമെങ്കിലും എഴുതാം. ഇത് എഴുതിയാലും മാർക്ക് കിട്ടും, അത് എഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ. 24th question. Consider the straight line 3x plus 4y plus 8 equal to 0. മാർച്ച് 2011 ചോദിച്ചതാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഗിവൺ ലൈൻ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, if the perpendicular line passes through 2, 3, form its equation. Third question, find the foot of the perpendicular drawn from 2, 3 to the given line. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? 3x പ്ലസ് 4y പ്ലസ് 8 ഈക്വൽ ടു 0. ഇതാണ് ഒരു ലൈൻ തന്നിട്ടുള്ളത്. അതിൻ്റെ ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തത്, വാട്ട് ഈസ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഗിവൺ ലൈൻ? നമുക്ക് കാണേണ്ടത് ഈ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷൻ, ആ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് കാണണം. ഇക്വേഷൻ അല്ല, ആദ്യം നമ്മൾ സ്ലോപ്പ് കാണണം. അതായത് തന്നിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിൻ്റെ സ്ലോപ്പ് കാണണം. അപ്പോൾ തന്നിട്ടുള്ള ലൈനിൻ്റെ സ്ലോപ്പ് കാണാൻ നമുക്ക് ഇതിൽ നിന്ന് എളുപ്പമാണ്. സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെങ്കിൽ സ്ലോപ്സ് രണ്ടിൻ്റെയും കൂടെ സ്ലോപ്സിൻ്റെ പ്രൊഡക്റ്റ് -1 ആണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് നമുക്ക് ആ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടെത്താം. അപ്പോൾ ആദ്യം തന്നിട്ടുള്ള ലൈൻ എഴുതി, ഇനി ഇതിൻ്റെ സ്ലോപ്പ് കണ്ടെത്തുക. ഇതിൻ്റെ സ്ലോപ്പ് എന്താ വരിക? നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാക്കണം? y = mx + c എന്നുള്ള രൂപത്തിലേക്ക് മാറ്റിയാൽ മതി. y = mx + c, അല്ലെങ്കിൽ വേറൊരു ഇതും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജനറൽ ഇക്വേഷൻ ഓഫ് ദി ലൈൻ, അതൊന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ രൂപത്തിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ 4y = -3x -8 എന്ന് വരും. അപ്പോൾ y = എന്താവും? -3/4x -8/4 എന്നായി മാറും അല്ലേ? അപ്പോൾ ഇത് ഏത് ഫോമിലാണ്? y = mx + c എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ എമ്മിൻ്റെ പ്ലേസിൽ എന്താ കിടക്കുന്നത്? -3/4. അതപ്പോൾ സ്ലോപ്പ് കിട്ടിയല്ലോ, സ്ലോപ്പ് ഓഫ് ദി ഗിവൺ ലൈൻ അല്ലേ? സ്ലോപ്പ് ഓഫ് ദി ഗിവൺ ലൈൻ അത് കാണാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ നമുക്ക് ഇത് അറിഞ്ഞാലേ ഉള്ളൂ. പെർപെൻഡിക്കുലർ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്, പെർപെൻഡിക്കുലർ ലൈനിൻ്റെ സ്ലോപ്പ് കാണാനാണ്. അത് കാണാൻ ഇത് ആവശ്യമാണ്. അതുകൊണ്ട് ഇത് ആദ്യം കാണണം. m = -3/4 എന്ന് കിട്ടി, അതാണ് m അല്ലേ? ഇനി നമുക്ക് പെർപെൻഡിക്കുലർ ലൈനിൻ്റെ സ്ലോപ്പ് കാണാം. അതെങ്ങനെ കാണുക? നമുക്കറിയാം, ഈ ഒരു ലൈനിന്, ഇതാണ് തന്നിട്ടുള്ള ലൈൻ എന്ന് വിചാരിക്കുക, ഇതാണ് അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈന്. ഈ രണ്ട് ലൈനും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇത് m1ഉം ഇത് m2 ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് m1 m2 = -1 അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു പെർപെൻഡിക്കുലർ ലൈനിൻ്റെ സ്ലോപ്പ് കാണണ്ടേ? അപ്പോൾ m2 എന്തായിരിക്കും? -1/m1. m1ൻ്റെ സ്ലോപ്പ് നമ്മൾ കിട്ടി. m1 എന്നല്ല, ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് m എന്നാണ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദി, therefore ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. സ്ലോപ്പ് ഓഫ് ദി പെർപെൻഡിക്കുലർ ലൈൻ ഈസ്, എന്തായിരിക്കും പെർപെൻഡിക്കുലർ ലൈനിൻ്റെ സ്ലോപ്പ്? ഇത് m1 ആക്കി എടുത്തോളൂ. ഇത് m2 എന്തായിരിക്കും? m2 = -1/m1 -1/m1, that is equal to -1/-3/4, that is equal to 4/3. അപ്പോൾ
പെർപെൻഡിക്കുലർ ലൈനിൻ്റെ സ്ലോപ്പും കിട്ടി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓവർ. ഇനി രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തത് if the perpendicular line passes through 2, 3 form its equation. അതായത് പെർപെൻഡിക്കുലർ ലൈനിൻ്റെ സ്ലോപ്പ് നമുക്കിപ്പോൾ കിട്ടി. ഇനി ആ ഒരു പെർപെൻഡിക്കുലർ ലൈന് പാസ് ചെയ്യുന്ന പോയിന്റും കൂടെ തന്നിട്ടുണ്ട്. ഏതാണ്? 2, 3 കൂടിയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ വരച്ചിട്ടാണ്. നമ്മുടെ ഇങ്ങനെയാണ് തന്നിട്ടുള്ള ലൈൻ എന്ന് വിചാരിക്കുക. 3x + 4y + 8 = 0. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈന് പാസ് ചെയ്യുന്നത് 2, 3 കൂടിയാണ്. 2, 3 ഏകദേശം ഇത് കൂടിയാണ് പാസ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ലൈൻ എന്ന് വിചാരിക്കുക. ഇതാണ് പെർപെൻഡിക്കുലർ ലൈൻ. ഇതിങ്ങനെ പാസ് ചെയ്യുന്നു. ഇതാണ് 2, 3 എന്നുള്ള പോയിന്റ്. അങ്ങനെയാണ് ഈ ചോദിച്ചിരിക്കുന്നത്. പെർപെൻഡിക്കുലർ ലൈന് പാസ് ചെയ്യുന്നത് 2, 3 കൂടിയാണ്. അതിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് നമുക്കറിയാം. എന്താണ്? m 4/3. ഇതിൻ്റെ നമുക്ക് എന്തായിരുന്നു? m -3/4 ആയിരുന്നു അല്ലേ? അപ്പോൾ ഒരു പോയിന്റും സ്ലോപ്പും കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാമല്ലോ. നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? സ്ലോപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? പോയിന്റ് സ്ലോപ്പ് ഫോം. ഒരു പോയിന്റും സ്ലോപ്പും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏത് ഉപയോഗിക്കാം? ഇക്വേഷൻ, ആ ലൈനിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിന്റ് സ്ലോപ്പ് ഫോം ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിനി അടുത്ത് എഴുതാൻ പോകുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഇക്വേഷൻ ഓഫ് ദി പെർപെൻഡിക്കുലർ ലൈൻ ഈസ് എങ്ങനെ എഴുതാം? എന്തായിരുന്നു പോയിന്റ് സ്ലോപ്പ് ഫോം? y - y1 = m × x - x1. ഒരു പോയിന്റും സ്ലോപ്പും കിട്ടുകയാണെങ്കിൽ നമുക്ക് ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ എന്ത് ഉപയോഗിച്ചാൽ മതി? പോയിന്റ് സ്ലോപ്പ് ഫോം ഉപയോഗിച്ചാൽ മതി. ഇംപ്ലൈസ് y - നമുക്കറിയാം ഏതാണ് x1 y1 പാസ് ചെയ്യുന്ന പോയിന്റ്. ഇതാ x1 y1 2, 3 അല്ലേ? സ്ലോപ്പും അറിയാം. അപ്പോൾ അതിലാണ് കൊടുത്താൽ മതി. y - y1 എന്താ? 3a. m എന്താണ്? 4/3 ഇൻറ്റു x - x1 എന്താണ്? 2. x - 2. ഇത് നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ സിംപ്ലിഫൈ ചെയ്യാം. ഇക്വേറ്റ് ചെയ്തിട്ടൊക്കെ ഒന്ന് സിമ്പിളാക്കാം. ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3y -3 × 3 9 = 4 × x 4x -4 × 2 -8 എന്ന് കിട്ടും. ഒന്നും കൂടെ സിമ്പിളാക്കിയാൽ 3y 4x അങ്ങോട്ട് കൊണ്ടുവരിക -4x -9 -8 ഇങ്ങോട്ട് കൊണ്ടുവരിക +8 = 0. ഇംപ്ലൈസ് 3y - 4x -1 = 0, which is the equation of the perpendicular line passing through 2, 3. Third problem, adil third, find the foot of the perpendicular drawn from 2, 3 to the given line. നമുക്ക് foot of the perpendicular കണ്ടുപിടിക്കണം. എവിടെ നിന്നുള്ളത്? 2, 3 എന്നുള്ള പോയിന്റിൽ നിന്ന് തന്നിട്ടുള്ള ആ ലൈനിലേക്കുള്ള ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കണം. ഇത് എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ശ്രദ്ധിച്ച് മാർച്ച് 2011 ചോദിച്ചതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് തന്ന ഒരു ലൈൻ ഉണ്ട് 3x + 4y + 8 = 0 നമ്മൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ലോപ്പ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. m = -3/4. പിന്നെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈന് പാസ് ചെയ്യുന്ന പോയിന്റ് 2, 3 ആണെന്ന് തന്നിരുന്നു. അപ്പോൾ ആ 2, 3 കൂടെയുള്ള പെർപെൻഡിക്കുലറിൻ്റെ ഇക്വേഷനും നമ്മൾ കണ്ടുപിടിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ അതായിരുന്നു. അപ്പോൾ എന്തായിരുന്നു നമുക്ക് ആ ഇക്വേഷൻ കിട്ടിയിരുന്നത്?
3y മൈനസ് 4x മൈനസ് 1 ഈക്വൽ ടു 0. ഇതായിരുന്നു ആ ലൈനിൻ്റെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ രണ്ട് ലൈനിൻ്റെ ഇക്വേഷനും നമുക്കറിയാം. പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ഇക്വേഷനും അറിയാം, തന്നിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷനും നമുക്കറിയാം. പിന്നെ നമുക്ക് കാണേണ്ടത് എന്താ, ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ. ഇതാണ് പെർപെൻഡിക്കുലർ. ഇതിൻ്റെ ഫൂട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ. ഡ്രോൺ ഫ്രം 2, 3 നിന്ന് ഗിവൺ ലൈനിലേക്ക് വരക്കുന്ന ആ ഒരു പെർപെൻഡിക്കുലറിൻ്റെ ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ എന്നാണ് പറയുക. അതാണ് ഏത്, ഈ പോയിന്റ്. ഇതാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കാണാൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം ഇതാണ് ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷനും നമുക്കറിയാം, ആ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ഇക്വേഷനും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ, ഈ പോയിന്റ് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതിയെന്നോ, ആ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന രണ്ട് ലൈൻസ് ഉണ്ട് അല്ലേ. ഒന്ന് ഈ തന്നിട്ടുള്ള ലൈനും ഒന്ന് പെർപെൻഡിക്കുലർ ലൈനും. അത് രണ്ടും കൂടെ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ കിട്ടും, ആ പോയിന്റ് കിട്ടും. ഇതാണെന്ന് വിചാരിക്കുക പി, അതാണ് ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ. ആ പോയിന്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആ പെർപെൻഡിക്കുലർ ലൈനും തന്നിട്ടുള്ള ലൈനും കൂടെ സോൾവ് ചെയ്താൽ, അതായത് രണ്ടിൻ്റെയും കൂടെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആണ് എന്ത്? ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ. പി എന്ന് പറയുന്നതാണ് ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ. അത് കാണാൻ എന്ത് ചെയ്താൽ മതി? പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ടു ലൈൻസ്. ഏതൊക്കെ? ഒന്ന് തന്നിട്ടുള്ള ലൈനും ഒന്ന് പെർപെൻഡിക്കുലർ ലൈനും. കണ്ടാൽ മതി. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ടു ലൈൻസ് ആണ്. അതായത് അത് കൂടെ പാസ് ചെയ്യുന്ന പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് രണ്ടും കൂടെ ആ കൂട്ടി യോജിക്കുന്ന ആ പോയിന്റ് കാണാൻ എങ്ങനെ കാണുക? സോൾവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഏതൊക്കെയാണ് ഇക്വേഷൻസ് ഒന്ന് എഴുതുക. ആദ്യത്തത് 3x + 4y + 8 = 0. അതിനെ നമുക്ക് 3x + 4y = -8 എന്നാക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ 3y - 4x - 1 = 0 എന്നാണ്. അപ്പോൾ ആദ്യം എക്സിൻ്റെ ടേം എഴുതുക കേട്ടോ. -4x നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. 3y = 1. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി. ഇത് രണ്ടും കൂടെ XY എന്നില്ല ആ പീൻ്റെ കോർഡിനേറ്റ് കാണാൻ. പീൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? XY എന്നുള്ള കോർഡിനേറ്റ് ആയിരിക്കും. ഇതിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ XY. അത് കാണാൻ എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടെ സോൾവ് ചെയ്താൽ മതി. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാം. നേരിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരു വേരിയബിൾ ഇൻവോൾവ് ചെയ്ത ടേം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാക്കാം? ഇപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനെ നമുക്ക് 4 കൊണ്ട് ഗുണിക്കാം അല്ലേ. രണ്ടാമത്തെ ഇക്വേഷനെയോ നമുക്ക് 3 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ ഇത് 12 ആവും, ഇതും 12 ആവും. അപ്പം നമുക്ക് അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ അത് ക്യാൻസലായി പോയി കഴിഞ്ഞാൽ നമുക്ക് വൈൻ്റെ വാല്യൂ കിട്ടും. നോക്കാം. 1 × 4 12x അല്ലേ. 12x + 4 × 4 16y = 4 × -8 -32. പിന്നെ ഇതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ -12x + 9y = 3. ഈ രണ്ട് ഇക്വേഷൻസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ പുതിയ രണ്ട് ഇക്വേഷനാക്കി മാറ്റി. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഇത് 3 4 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 12x -12x ആ ടേം പോകും. ആ ടേം പോയി കഴിഞ്ഞാൽ നമുക്ക് വൈൻ്റെ വില കിട്ടും. നോക്കാം. 3 + 4 3 4 ആഡ് ചെയ്യാം. അപ്പോൾ ഇത് 0 ആകും. ഇത് 16y + 9y എന്തായി മാറി? 25y ആയി മാറി. = -32 + 3 -29. അപ്പോൾ വൈൻ്റെ ടേം കിട്ടി. y = -29/25. ഓക്കെ, അപ്പോൾ y കിട്ടി. ഇനി നമുക്ക് എന്ത് കാണണം? എക്സിൻ്റെ വില കാണണം.
എക്സിൻ്റെ വില കാണാൻ എന്ത് ചെയ്താൽ മതി? ഏത് ഇക്വേഷനിൽ വേണമെങ്കിലും കൊടുക്കാം. 1-ലോ 2-ലോ 3-ലോ 4-ലോ ഏത് ഇക്വേഷനിൽ വേണമെങ്കിലും ഈ വൈയുടെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വില കിട്ടും. ഇത് മൈനസ് ആണ്, -29/25. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷനിൽ കൊടുക്കാം, രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുക്കാം അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 2. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ എന്തായി മാറി? -4xa plus 3y = 1 ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ. നമുക്ക് കാണേണ്ടത് എക്സിൻ്റെ വിലയാണ്. അപ്പോൾ -4x ഇവിടെ നിർത്തി 1 - 3y ആക്കി. xa = -1 ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈൻ്റെ വില കൊടുക്കുക. 1 - 3 × -29/25 അല്ലേ? ഈക്വൽ ടു ഇത് സിംപ്ലിഫൈ ചെയ്യുക. 1 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. 1 + 3 × 29 27 2 87 അല്ലേ? +87/25. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. 1/1 25 + 87 ÷ 25 112 ÷ 25 ആയി മാറി അല്ലേ? 112/25 അത് -4x ആണ്. ഇനി അതിൽ നിന്ന് എക്സ് കാണണം. -4x ആണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത്. -4xa = 112 ÷ 25. അതിൽ നിന്ന് എക്സ് കാണണം. x = 112 ÷ 25 whole divided by -4. Equal to 112 divided by 25 divided by 4/1 ആണ്. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. -1/4 വരും അല്ലേ? -4/1 ആണ്, അത് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1/4 ആയി മാറും. നമുക്കൊന്ന് വെട്ടിച്ചെറുതാക്കാം. 112ഉം 4ഉം 2 പ്രാവശ്യം 8 പിന്നെ 32 8 അല്ലേ? അപ്പോൾ ആൻസർ എന്തായി? 28 × -1 -28 ഡിവൈഡഡ് ബൈ 25. ഇതാണ് നമുക്കിടെ എക്സ് വാല്യൂ. അപ്പോൾ എന്തായിരുന്നു വൈ വാല്യൂ? y = -29/25 ആയിരുന്നു വൈ വാല്യൂ. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഇതാണ് ആ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ അല്ലെങ്കിൽ ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ. അപ്പോൾ എഴുതുക, therefore foot of the perpendicular drawn from perpendicular drawn from 2, 3 to the given line is P എന്ന് പറയുന്ന പോയിന്റ് ആണ്. അതിൻ്റെ കോർഡിനേറ്റ്സ് -28/25ഉം -29/25ഉം. ഇതിനെയാണ് എന്ത് പറയുക? ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ.